എൻ്റെ കൂടെയുള്ള ഒരു ഥാറാണ്, ലേറ്റസ്റ്റ് ഥാറാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഥാർ റീഡിഫൈൻഡ്. അപ്പോൾ ഈ വണ്ടിനകത്ത് വന്ന മാറ്റങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന മുമ്പ് ഇന്ന് ഈ ഒരു ഡ്രൈവിന് പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇഗത്പുരിയിലെ മഹീന്ദ്ര അഡ്വഞ്ചറിലാണ്. ഇവിടെയാണ് ഓരോരോ ഥാർ ഉണ്ടായി കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള കാര്യങ്ങളും. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഥാർ ഇതിന് മുമ്പത്തെ ഥാർ പോലെ തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് രണ്ട് വലിയ മാറ്റങ്ങളുണ്ട്. ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബമ്പേഴ്സിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കാണാൻ സാധിക്കും. ഒരു ബ്ലാക്കും അതുപോലെ സിൽവറിൻ്റെ കോമ്പിനേഷൻ്റെ. അതുപോലെ ഗ്രില്ല് നോക്കിക്കഴിഞ്ഞാൽ പാറ്റേണിലെ വ്യത്യാസമല്ല, പക്ഷേ ഇതിന് മുമ്പത്തെ ഥാറിൻ്റെ അകത്ത് ഇവിടെ ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി അത് ബോഡി കളർഡ് ആക്കിയിട്ടുണ്ട്. ഈ കളറിനും പ്രത്യേകത ഉണ്ട്, കുറച്ചും കൂടി ബ്രൈറ്റ് ആൻഡ് റെഡ് ആണ്. സോ ഇതാണ് ഇനീഷ്യലി വന്ന മാറ്റം. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വന്ന കുറച്ച് മാറ്റം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഥാർ എന്നൊരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിന് ഫ്യൂൽ അടിക്കുമ്പോൾ നമുക്ക് ചാവി കൊടുത്തു വിടണം, അല്ലെങ്കിൽ 800 സെയിം സംഭവം. സോ അത് കംപ്ലീറ്റ്ലി മാറിയിട്ട് ഇപ്പോൾ നമുക്ക് അകത്തൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ ഏറ്റവും നല്ല മാറ്റം ഈ ഒരു വാഹനത്തിനകത്ത് ഇതാണ്. ഇനി റിയറിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ക്യാമറ വന്നിട്ടുണ്ട്. സോ ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് അധികം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ക്യാമറ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഊരിയെടുക്കുമ്പോൾ ക്യാമറ നമുക്ക് എടുത്തതിന് ശേഷമാണ് ഇത് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഇപ്പോൾ വൈപ്പർ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ആ ഒരു പ്രശ്നത്തിനും പരിഹാരം വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമാണ്, എന്നാലും കാണിച്ചു തരാം. പണ്ടിവിടെ വയറ് തൂങ്ങി കിടക്കുന്നതൊക്കെ ഭയങ്കര വൃത്തികേടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഞാൻ ഇതിൻ്റെ റിയൽ കാണിക്കുമ്പോൾ സീറ്റ്സിൽ വലിയ മാറ്റമില്ല, സ്പേസിൽ വലിയ മാറ്റമില്ല, സേഫ്റ്റി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് AC ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിയറിലിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. USB-C ടൈപ്പ് ഉണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജർ ഉണ്ട്. ആ ഒരു ഹാൻഡ് റെസ്റ്റിന് ആക്ച്വലി നമുക്ക് നീക്കാൻ സാധിക്കും. ഇതാണ് വന്ന മാറ്റം. സ്പീക്കേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം അവിടെ തന്നെയാണ്, അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല. സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്. ഇനി എൻ്റെ ഇത്രയും മാറിയപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റിയറിലിരിക്കുന്ന ആൾക്കാർക്ക് കൈ വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ വീലിൻ്റെ ടണൽ വരുന്നുണ്ട്. സോ അവിടെ ഒരു എന്താ പറയുക ഹാൻഡ് റെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഇതിനകത്ത് വന്നിട്ടില്ല. സോ അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ എന്താ പറയുക എല്ലാ മാറ്റങ്ങളെല്ലാം ഥാർ നമുക്ക് വിളിക്കാമായിരുന്നു. സോ അത് മാത്രമുള്ളൊരു പരാതി. ബാക്കി എല്ലാ കാര്യം കൊണ്ടും ഈ വാഹനം ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് വാങ്ങാനുള്ള ടെൻഡൻസി തോന്നിക്കും. ഥാർ റീഡിഫൈൻഡ് ഇൻറ്റീരിയേഴ്സിൽ എന്തൊക്കെ റീഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്നൊന്നായിട്ട് പെട്ടെന്ന് പറയാം. ഫസ്റ്റ് ഈ ഡോർ തുറക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ബലം കൂടി പോലെ ഫീൽ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പവർ വിൻഡോ മക്കിലെ മെക്കാനിക്സ് ഒക്കെ ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് 10 out of 10 ഇത് അത്യാവശ്യമായിരുന്നു ഒരു ഥാറിൽ. സോ അത് അടിപൊളിയായി. ഇനി നമ്മൾ സ്റ്റിയറിംഗിലൊക്കെ പുതിയ സ്റ്റിയറിംഗ് വീലുണ്ട്, മഹീന്ദ്ര പുതിയ ലോഗോ. പിന്നെ ഈ സ്റ്റിയറിംഗ് വീൽ മാറുമ്പോൾ തന്നെ സ്റ്റോക്സ് ഒക്കെ മാറിയിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് കൺട്രോൾസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. OG വണ്ടിയാണ്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് TFT അങ്ങനത്തെ സാധനമൊന്നും വന്നിട്ടില്ല. ലൈക്ക് ഥാർ ഇറങ്ങിയപ്പോഴുള്ള സെയിം സംഭവങ്ങളാണ്. ഇതാണ് കുറച്ചും കൂടി എനിക്കിഷ്ടം. സോ അതേപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. ഡാഷ്ബോർഡ് അവർ പറയുന്നത് കംപ്ലീറ്റ്ലി മാറിയിരുന്നു. ആക്ച്വലി കംപ്ലീറ്റ്ലി അല്ല മാറിയത്, ഇതെല്ലാം സെയിം തന്നെയാണ്. മാറിയത് ഇതിനകത്ത് വന്ന് 26.03 എൻ്റെ വരുന്ന സൈസ് വരുന്ന ഇൻഫോർടൈൻമെൻ്റ് ആണ്. സോ അതിനകത്ത് ഈ ഒരു സ്റ്റാറ്റിക്സ്, അതായത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ ടെമ്പറേച്ചർ ലൈക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം അത് ഒരു 360 ഡിഗ്രി ക്യാമറ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ സ്റ്റിയറിംഗ് ആംഗിളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ ഇത് വന്നത് നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നും എനിക്ക് വലിയ മാറ്റങ്ങൾ ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വന്ന മാറ്റം എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിനകത്ത് ഡെഡ് പെഡൽ വന്നിട്ട് ഇതിന് മുമ്പ് ഡെഡ് പെഡൽ ഉണ്ടായിരുന്നില്ല. സോ ഡെഡ് പെഡലിപ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക കംഫർട്ടബിൾ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ പറ്റും. ഇത് ആക്ച്വലി ഇത് വളരെ മിസ്സായിരുന്നു. അപ്പോൾ അതും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി സീറ്റിലും ബാക്കിയുള്ള ഇവിടെ ഒന്നും വലിയ മാറ്റമില്ല, ഇതെല്ലാം മാനുവൽ തന്നെയാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇൻഗ്രസ് ആൻഡ് എഗ്രസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ സ്പീക്കർ സിസ്റ്റം ബാക്കി എല്ലാ സാധനം മുകളിൽ തന്നെയാണ്. ഓബ്വിയസ്ലി ഇതിന് നല്ല രീതിക്ക് നമ്മൾ ഓഫ് റോഡ് ചെയ്യും, വെള്ളം കയറും, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നും സംഭവിക്കാറാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ റിയറിലെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലാത്ത രീതിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി എനിക്ക് തോന്നിയ കുറച്ച് മാറ്റങ്ങളും ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ബേസിക്കലി വണ്ടിനകത്ത് ഇവർ പറഞ്ഞു ഇതിൻ്റെ ആ ഒരു സസ്പെൻഷനിൽ ഇതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ലെന്ന്. പക്ഷേ ഞാനൊന്ന് ഓഫ് റോഡ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസ് ഓഫ് റോഡ് ചെയ്തപ്പോൾ ഇനി സ്പീഡായി ഓടിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ സസ്പെൻഷനിൽ എവിടെയോ ഒരു മാറ്റം ഫീൽ ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആക്ച്വലി ഹൈഡ്രോളിക് ആണ്. പക്ഷേ ഈ ഹൈഡ്രോളിക്കിൻ്റെ അകത്തല്ലേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൽ നമുക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. മറ്റേ ഒറ്റ കൈ കൊണ്ട് നമുക്ക് തിരിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി പവർ ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടിനകത്ത് എനിക്കത് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വേർഡിക്റ്റ് ഓൺ ദിസ് ബൈ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ അവിടെ നമുക്ക് ഥാർ റോക്സ് ഉണ്ട്, അതിലേക്ക് പോകാം. പക്ഷേ നിങ്ങൾ സിംഗിളാണോ, നിങ്ങൾക്ക് ഇതുപോലെ അഡ്വഞ്ചറൊക്കെയാണ് താല്പര്യമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വണ്ടിയെ സജസ്റ്റ് ചെയ്യും. നന്നായി ഈ വണ്ടിനകത്ത് ഓവർ മാറ്റങ്ങൾ വരാത്ത കാരണം ഇത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്.